എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ മിക്സിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റവ കേക്ക് എന്ന് പറയുമ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടോ മൈദ വെച്ചിട്ടോ ചെയ്യുന്ന കേക്കിനെക്കാട്ടിലും നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ തരികളുള്ള റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റവ വലിയ തരികളുള്ളതാണെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ മറക്കരുത്. ഈ ഒരു റവ നിങ്ങൾക്ക് വറക്കാതെയോ വറുത്തിട്ടോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു റവയിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബേക്കിംഗ് പൗഡറിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബേക്കിംഗ് പൗഡർ മാത്രമാണ് ഈ ഒരു കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. വാനില എസൻസ് ആണെങ്കിൽ നിങ്ങൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ചേർക്കുക. ഞാനിവിടെ വാനില ഷുഗറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ വാനില ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു വാനില ഷുഗറാണ്. ഇനി ഇത് ഒരു അരിപ്പ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കണം. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറൊക്കെ കട്ട കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് ശരിയാവില്ല. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയാണ് വേണ്ടത്. ഈ 2 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. മുട്ട നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുക്കുന്നത് ഹാൻഡ് ബ്ലെൻഡറും വിസ്കും കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 മിനിറ്റ് നിർത്താതെ ഇത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് ആ ഒരു മുട്ടയും ഒക്കെ നന്നായിട്ട് ഒന്ന് ഫ്ലഫി ആയിട്ട് കിട്ടുക. ഇപ്പോൾ 2 മിനിറ്റ് നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ബട്ടർ ഉരുക്കിയിട്ട് എടുക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യും എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഒരുപാട് നേരം ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒരു 30 സെക്കൻഡ് ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്കിത് മാറ്റാം. എണ്ണ ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 30 സെക്കൻഡ് മതി. ഇപ്പോൾ നമ്മൾ 30 സെക്കൻഡ് ഇത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എഗ്ഗൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റവയുടെ കൂട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഈ ഒരു ബാറ്റർ വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് അങ്ങ് ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പാലൊന്നും ചേർക്കേണ്ടി വന്നില്ല. ഇനി നമ്മൾ ഈ ഒരു ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് പാനാണ്. ഈ ഒരു കേക്ക് ടിന്നൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ ഏത് സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ഓവനിലല്ല ചെയ്യുന്നത്, ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ആണ് ഈ ഒരു പാൻ എന്ന് പറയുന്നത്. പാൻ ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇത് ഇരുമ്പിൻ്റെ പാത്രമാണ്. നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. മീഡിയം ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റീൽ റാക്കും വെച്ചിട്ടുണ്ട്. ഉപ്പൊന്നും ഞാനിതിലേക്ക് ഇട്ടിട്ടില്ല. ഇതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിൻ വെച്ച് കൊടുത്ത് അടച്ചു വെച്ചിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിൽ ബേക്കായി കിട്ടും. കാരണം ഇതിൻ്റെ മുകളിലും നല്ല ചൂടാണ്. ഈ ഒരു അടപ്പ് പാത്രവും നന്നായിട്ട് ചൂടായി വരുന്ന കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ബേക്കായി കിട്ടും. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. പുറമേ ആ ഒരു കേക്ക് നല്ലതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പ് നന്നായിട്ട് ചൂടായതിന് ശേഷം മുകളിൽ നിന്നും കൂടെ ചൂട് കിട്ടും. ഇതിപ്പോൾ കുറച്ചൊരു ഒട്ടലുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടെ ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 30 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങളിതുപോലെ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം വെച്ച് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ അടുപ്പിൻ്റെ ചൂടനുസരിച്ചിട്ട് ഈ ഒരു സമയം വ്യത്യാസപ്പെട്ടിരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇനി നമ്മളൊരു 10 മിനിറ്റ് കൂടെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
ഇതിപ്പോൾ ചൂടോടെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു കേക്ക് വന്നിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള കേക്കാണ്. നമ്മൾ മൈദ വെച്ചിട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ടോ ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ല ടേസ്റ്റാണ് റവ വെച്ചിട്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇത് ചെറിയ തരികളുള്ള റവ ആയതുകൊണ്ട് അത് കടിക്കുമ്പോൾ നല്ലൊരു രസമാണ്. ഒരുപാട് വലിയ തരികളാണെങ്കിൽ വലിയ രസം കാണില്ല. അപ്പോൾ നിങ്ങൾ പൊടിച്ചെടുക്കുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല ഈവനായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. അപ്പോൾ അടിപൊളി ആണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓവനും ബീറ്ററും ഒന്നുമില്ലാന്ന് കരുതി വിഷമിക്കേണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ നമ്മളുടെ ഫേസ്ബുക്ക് പേജിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ മെയിലിലേക്കോ സെൻഡ് ചെയ്ത് തരിക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്